ഇറ്റ്സ് എ കേസ് ഓഫ് നെർവസ് ബ്രേക്ക് ഡൗൺ. ഇന്നവർക്ക് ആവശ്യം മരുന്നും മന്ത്രമൊന്നുമല്ല, മനസമാധാനമാണ്. മോർ ദാൻ എനിത്തിങ് എൽസ്, എ ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി, എ ഫീലിംഗ് ഓഫ് ബീയിങ് ലവ്ഡ് ആൻഡ് വാണ്ടഡ്. തന്നെ കെയർ ചെയ്യാൻ ആളുണ്ടെന്നൊരു ഫീലിംഗ്. അതിപ്പോ ഡോക്ടർ, ഞാൻ തോമയും ജോണും ജീവനും ഒക്കെ ഉച്ചയ്ക്ക് തന്നെ പോയി. നാളെ കാലത്ത് ഡാഡി വരും, ഞാനും പോകും. വെക്കേഷൻ എനിക്ക് പേടിയാ. ശരിക്കും ഒറ്റയ്ക്കാവും. ഒന്ന് മിണ്ടാനും കൂടി ആരും ഉണ്ടാവില്ല. ഇപ്പോ അമ്മയും കൂടി പോയപ്പോ സന്ധ്യ ആവാറായി, പോവാം. എനിക്ക് ഡ്രസ്സും ബുക്സും ഒക്കെ പാക്ക് ചെയ്യാനുണ്ട്. അവിടെ ചെന്നാൽ നീ എനിക്ക് എഴുതൂ? പിന്നെ പ്രദീപ് റിപ്ലൈ അയക്കോ? ഇല്ല. അതെന്താ? നാളെ മുതൽ ദിവസവും ഞാൻ നിനക്ക് ഓരോ കത്ത് വീതം പോസ്റ്റ് ചെയ്യും. പിന്നെന്തിനാ മറുപടി അയക്കുന്നത്? നീ എന്ന് വരും? ഞാൻ എഴുതാം. റെയിൽവേ സ്റ്റേഷനിൽ പ്രദീപ് കാത്തു നിൽക്കോ? എത്ര വേഗം സമയം പോകുന്നത്! എത്ര വേഗം! ലെറ്റർ ഉണ്ടോ? ലെറ്റർ ഉണ്ടോ? ഒന്ന് പറയൂ. ലെറ്റർ ഉണ്ടോ? ലെറ്റർ ഉണ്ടോന്ന്? പ്രദീപ് മേനോൻ, റോസ് കോട്ടേജ്, ഗോൾഫ് ലിങ്ക് റോഡ്. ഗോൾഫ് ലിങ്ക് റോഡാ? അതെന്ത പക്കം? அந்த பக்கம். அந்த பக்கமா? சார் சார் சார், എനിക്ക് ലെറ്റർ ഉണ്ടോ? ലെറ്റർ എന്താ വീട്ടിലെ കൊണ്ട് തരമാട്ടെ? ബാസ്റ്റർഡ്! കൂപ്പിട്ടിയാ? ലെറ്റർ ഉണ്ടോ? പ്രദീപ് മേനോൻ, റോസ് കോട്ടേജ്, ഗോൾഫ് ലിങ്ക് റോഡ്. ഏയ്, ചെവി കേക്കില്ലേ? എനിക്ക് ലെറ്റർ ഉണ്ടോന്ന്? ഹലോ, എനിക്ക് ലെറ്റർ ഉണ്ടോ? പ്രതാപചന്ദ്രൻ താനെ? നോ, പ്രദീപ് മേനോൻ. பிரதீப் மேனன். தம்பி, நான் இங்க வேலைக்கு வந்து 10 வருஷம் ஆச்சு. இதுக்கு முன்னே கும்மிடிப்பூண்டி போஸ்ட் ஆபீஸ்ல இருந்தேன். அந்த டைமில் ஒரு பொம்பளை போஸ்ட் ஆபீஸுக்கு வந்து லெட்டர் இருக்கா சொல்லி தினம் உன்ன மாதிரி தொந்தரவு பண்ணிட்டே இருந்தேன்.
ஒரு நாள் துபாயில இருந்து ஒரு லெட்டர் வந்தது. அந்த அம்மாவுக்கு ஹஸ்பண்ட் அனுப்பினது. நான் சும்மா ஓபன் பண்ணி பார்த்தேன். கடைசியில 1000 முத்தங்கள்னு எழுதி இருந்தது. நான் சும்மா அந்த அம்மா கிட்ட கேட்டேன், 500 முத்தம் அட்வான்ஸா கொடுக்கறேன், மீதி முத்தம் ஹஸ்பண்ட் கையில இருந்து வாங்கிக்கோன்னு. அந்த முத்தம் கொடுக்கறதுக்குள்ள என்னை இங்க டிரான்ஸ்பர் பண்ணியாச்சு. அன்னையில இருந்து நான் யாருக்கிட்டையும் பேசுறது இல்ல. ஏதாவது பேசுறதுக்கு ஹிஸ்டரி ஒன்றும் கேட்கண்டா. லெட்டர் உண்டோ இருந்தா வீட்டுல கொண்டு வந்து கொடுக்க மாட்டேன். கடவுளே, என் கடிதங்கள் എന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? ഞാൻ റോമിയോ ഒന്നുമല്ലല്ലോ. ഓ അങ്ങനെ വരട്ടെ. അതാ ഇന്നലെ എന്നെ കാത്തു നിൽക്കാതെ വലിയ ഗമയിൽ അങ്ങ് പോയതല്ലേ? ചിരിക്കണ്ട. ഓ ചിരിക്കണില്ല. ഏയ് പ്രദീപ്, ഞാൻ ജൂലിയറ്റ് ഒന്നും ആവാൻ പോണില്ല. ഞാൻ അരവിന്ദിന്റെ കൂടെ അഭിനയിക്കുമെന്ന് ശരിക്കും വിചാരിച്ചോ? ആ, അപ്പോഴേക്കും അസൂയായില്ലേ? അല്ല, പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്കായി പോയതുപോലെ തോന്നി. അത്രയ്ക്ക് ഇഷ്ടാണോ എന്നെ? അതെ. പ്രദീപിനെ എനിക്കും. I mean, you're a handsome fellow. ഇപ്പൊ ഈ തൊപ്പിയും കൂടി ആയപ്പോ ശരിക്കും ഒരു സിൽവസ്റ്റർ സ്റ്റാലിൻ ലൈനാ. സ്വാമിജി, എന്താ പ്രദീപ്? ഇതിനു മുൻപ് വന്ന ട്രെയിനിൽ ഡേസി ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. എന്താ എന്താ പ്രദീപ്? ഒന്നുമില്ല. പ്രദീപ് ഡേസി ഇല്ലേ? വന്നില്ലല്ലോ. വന്നില്ലേ? ഇന്ന് വരുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇവിടെ വന്നിട്ടില്ല. Evening 4:30. Yeah. ഹായ് ഡേസി. ഞാൻ ഹായ്. പോട്ടെ. ഡേസി, എനിക്ക് ഡേസിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സോറി, ഞങ്ങൾക്ക് ആർട്സ് ക്ലാസ്സിൽ പോകണം. സമയമായി. ഇവൻ എന്തു പറ്റി? വാ പ്രദീപ്, നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നു? ഒന്നുമില്ല. വാട്ട് ഹാപ്പൻഡ് ടു യു? മൈൻഡ് യുവർ ഓൺ ബിസിനസ്.
ഡേസി കത്തയക്കാന്ന് പറഞ്ഞിട്ട് എന്താ അയക്കാതിരുന്നത്? ഡേസി എന്താ ഇത്? വാട്ട്? ഡേസി എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനിത് മിണ്ടുന്നുണ്ടല്ലോ. അതല്ല, എനിക്ക് ഡേസിയോട് ഒരുപാട് സംസാരിക്കാനുണ്ട്. നിനക്കറിയോ ഞാൻ എന്തുമാത്രം ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെന്ന്? എന്നോട് മിണ്ടാതിരിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? പ്രദീപ്, എന്നോടിപ്പോ ഒന്നും ചോദിക്കരുത് പ്ലീസ്. Get lost. ആ ബാസ്റ്റേഡ് കാരണമാ ഡേസി എന്നോട് മിണ്ടാത്തത്. ആര്? അവളെ ദിവസവും ജീപ്പിൽ കൊണ്ടുവരുന്നവൻ. ഡൈനമൈറ്റ്. ജീപ്പിന്റെ ഫ്രണ്ട് വീൽ അല്ലെങ്കിൽ ബാക്ക് വീൽ ഏതെങ്കിലും കേറാതിരിക്കില്ല. കേറിയാൽ തവിട് പൊടി. 3 തരം. ഇതിന്റെ വലിയ ഫോമാണ് മൈൻ. ആ, അത് ശരി. ഇത്തവണയല്ലേ ചവിട്ടുന്നില്ല. ഇനി ഞാൻ ഹെഡ്മാസ്റ്ററെ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ ആണല്ല. അങ്ങനെയുണ്ട്. ഒരുത്തം കെട്ട പിള്ളേർ.